ഇന്ന് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം. ഒരു മുട്ട മതി കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. 3 വിസിൽ അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞാൽ നമുക്ക് മുട്ട വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ അതുപോലെ കക്കരി, ക്യാപ്സിക്കം, അതുപോലെ തക്കാളി, ഉള്ളി കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ആപ്പിളും. അപ്പോൾ ഒക്കെ ഞാൻ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നീളത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ചെറിയ പീസാക്കിയിട്ട് എങ്ങനെയാ വെച്ചാൽ ചെയ്യാം. മുട്ട പുഴുങ്ങിയതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് ക്യാഷ് സോക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പാല്, പിന്നെ കുരുമുളക് പൊടി, ഒരു നുള്ളുപ്പും പിന്നെ വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ക്യാഷും ഒരു അരമണിക്കൂറൊക്കെ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ടൈം അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾസിൻ്റെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ ആ ഒരു തിക്നെസ്സും അതുപോലെ ക്വാണ്ടിറ്റിയും കൂട്ടണം കേട്ടോ. ക്യാഷ് കൂടുതൽ എടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഈ വെജിറ്റബിൾ സലാഡൊക്കെ ഇഷ്ടമുള്ളവർ, അതുപോലെ വെജിറ്റബിൾസിനോട് ഇഷ്ടമുള്ളവർ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. പിന്നെ നിങ്ങളടുത്ത് തേൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്താൽ പൊളിയായിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സലാഡൊന്നും ഇഷ്ടമല്ലാത്തവർ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പം എൻ്റെ മോൾക്ക് ഇതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് അങ്ങനെ ബ്രെഡ് പോക്കറ്റ് ഒന്നും പറഞ്ഞ് കൊടുക്കല കേട്ടോ. അപ്പോൾ പകുതിയിൽ മുക്കാലൊക്കെ കഴിച്ചോളും. അപ്പോൾ അവൾക്കൊക്കെ ഞാനിത് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ സലാഡ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ട് കഴിച്ച് നോക്കിയിട്ട് അങ്ങനെ തന്നെ ഇതൊക്കെ കഴിച്ചു തുടങ്ങൽ. അപ്പോൾ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. ടാറ്റാ, ബൈ ബൈ.